2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തൊഴികെ 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ പിന്തുണച്ചപ്പോ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞോ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോൾ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞോ. ഒരു മതസംഘടനാ നേതാക്കൾ ഞങ്ങളെ വന്നു കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തിനാണ് വിഭ്രാന്തി എന്ന് പിണറായി വിജയൻ ചോദിച്ചില്ലേ രമേശ് ചെന്നിത്തലയോട് 2011? വളരെ കൃത്യമാണ്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ അവർ വിവിധ ലോക സംഭവ വികാസങ്ങളെ ഇസ്ലാമിക വീക്ഷണത്തിലൂടെ കാണുന്ന ഒരു സംഘടനയും നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ ഭീകരവാദികളും ആഗോള മുസ്ലിം ബ്രദർഹുഡിന്റെ ആളുകളുമാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് മലയാളത്തിൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഗത്യന്തരമില്ലാതെ ഇടതുപക്ഷത്തെ പിന്തുണക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി എന്നൊക്കെയല്ല നിങ്ങളിപ്പം ചില ചർച്ചകളിൽ ആളുകൾ പറയുന്നത്. എന്തായിരുന്നു ദേശാഭിമാനി മുഖപ്രസംഗത്തിന്റെ യഥാർത്ഥ വിഷയം എന്ന് ചോദിച്ചാൽ അത് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതിൻ്റെ 9 ദിവസം നീണ്ടുന്ന സമ്മേളനത്തിന് ശേഷം കോൺഗ്രസ് ഗവൺമെന്റിനെതിരായിട്ട് അവർ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ഘാട്ട് കരാറിനെ പിന്തുണച്ച സംബന്ധിച്ചും ജനദ്രോഹ നിലപാടുകൾക്കെല്ലാം എതിരായി ഇടതുപക്ഷത്തെ പിന്തുണക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനം CBCI എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ദേശാഭിമാനി പത്രം ഒരു എഡിറ്റോറിയൽ എഴുതിയത്. ആ എഡിറ്റോറിയലിനകത്ത് പറയുന്ന ഒരു ഭാഗത്തെ പരാമർശം മാത്രം ഞാൻ പറയാം. ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടുപിറകിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തു വന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. തീരുമാനത്തിന് അടിസ്ഥാനമായ അവരുടെ നിഗമനങ്ങൾ ഇങ്ങനെയാണെന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ അതിനകത്ത് വളരെ കൃത്യമായിട്ടും നമ്മുടെ പാർട്ടി നിലപാട് ആ എഡിറ്റോറിയൽ തന്നെ വളരെ കൃത്യമായും പറയുന്നുണ്ട്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ആ എഡിറ്റോറിയലിനകത്ത് തന്നെ പറയുന്നുണ്ട്. അത് ഇവർ ഒരിക്കലും പറയുന്നില്ല. ലോകത്തെവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി. CBCIയുടെ ഇതുപോലെ അത്രയേറെ ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ചെന്നെത്തിയിരിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് ആ എഡിറ്റോറിയലിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇതാ പിന്തുണച്ചിരിക്കുന്നു, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ആ എഡിറ്റോറിയലിനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ എഡിറ്റോറിയലിലെ ഒരു ഭാഗത്തെ മാത്രം അടർത്തിയെടുത്തിട്ട് എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നൽകിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞോ. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തൊഴികെ 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ പിന്തുണച്ചപ്പോ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞോ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോൾ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞോ. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലാത്ത നിങ്ങൾ ഇപ്പൊ UDF പിന്തുണ വേണ്ട എന്ന് പറയണമെന്ന് ഒരിടത്തും പിന്തുണ വേണമെന്ന് പറഞ്ഞിട്ടില്ല. UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല ആഗോള ഭീകര പ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ വേണ്ടി ഇവരുടെ പ്രതിപക്ഷ നേതാവ് നേരിട്ടിറങ്ങിയിട്ട് പ്രസ്താവന ഇറക്കി. അതാ ഇവിടെ ഗൗരവമായ പ്രശ്നം. ഞങ്ങളൊരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിംഗ് കൊണ്ട് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ CBCIയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ആ കാലത്തെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരു ഭാഗം മാത്രമാണ് എഡിറ്റോറിയൽ എഴുതിയത്. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നല്ല നിലപാട് എന്ന് പറഞ്ഞിട്ട് അതിനെ സ്വാഗതം ചെയ്തിട്ടില്ല. പക്ഷേ ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിംഗ് കൊണ്ട് വരട്ടെ, ജമാഅത്തെ ഇസ്ലാമി പഴയതുപോലെയല്ല, ഇപ്പൊ കുറച്ച് നന്നായിട്ടുണ്ട് എന്നാണ് PD സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്. ആ നിലപാടിനോട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തി. കേരളത്തിലെ SYS സുന്നി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം ശക്തമായ നിലപാട് രേഖപ്പെടുത്തി. ആ നിലപാടിനോട് VD സതീശന്റെയും കോൺഗ്രസിന്റെയും പ്രതികരണം എന്താണ് എന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുകയാണ്. വാങ്ങുന്ന ആളുകളൊക്കെ വെള്ളം പൂശിയിട്ടില്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. പോട്ടെ, 96 എഡിറ്റോറിയൽ താങ്കൾ വായിച്ചു. 2011 ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീർ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനെ അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല വിമർശിച്ചു. 2011 തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. അന്ന് പിണറായി വിജയൻ കൊടുത്ത മറുപടി എന്താണ്? ഒരു മതസംഘടനാ നേതാക്കൾ ഞങ്ങളെ വന്നു കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തിനാണ് വിഭ്രാന്തി എന്ന് പിണറായി വിജയൻ ചോദിച്ചില്ലേ രമേശ് ചെന്നിത്തലയോട് 2011? വളരെ കൃത്യമാണ്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ അവർ വിവിധ ലോക സംഭവ വികാസങ്ങളെ ഇസ്ലാമിക വീക്ഷണത്തിലൂടെ കാണുന്ന ഒരു സംഘടനയും നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ ഭീകരവാദികളും ആഗോള മുസ്ലിം ബ്രദർഹുഡിന്റെ ആളുകളുമാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് മലയാളത്തിൽ. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് അഭിലാഷ്. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട്.
കണ്ടത് ഇതായി വോട്ട് ധാരണയാണ്, ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒത്തുചേരലാണ് എന്നും എവിടെയും ന്യായീകരിച്ചിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ വളരെ പ്രകടമായിട്ട് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചിരിക്കുന്നു. ഇവർ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDP-യുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞു SDP-യുടെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, RSSന്റെ വോട്ട് വേണ്ട. ഞങ്ങൾ എവിടെയും പറയും വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, ഒരു ഭീകരവാദിയുടെയും വോട്ട് വേണ്ട. ഇപ്പോഴത്തെ കാര്യം മാത്രം ചോദിക്കട്ടെ. ഇപ്പോ സ്വരാജ് പറഞ്ഞല്ലോ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, മനുഷ്യരുടെ വോട്ട് മതിയെന്ന്. ഓക്കെ, അത് നിലപാടാണല്ലോ. ആ നിലപാടാണെങ്കിൽ ഇപ്പോ സനോജ് പറയോ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, ഞങ്ങൾക്ക് PDP-യുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ഹിന്ദു മഹാസഭയുടെ വോട്ട് വേണ്ട, വർഗീയത ഇല്ലാത്ത മനുഷ്യരുടെ മാത്രം വോട്ട് മതിയെന്ന് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച PDP-യുടെയും ഹിന്ദു മഹാസഭയുടെയും വോട്ട് വേണ്ട എന്ന് പറയോ? ഇപ്പൊ പറയോ? പറയാം. PDP-യോട് ഞങ്ങളുടെ നിലപാട് സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചോ? PDP പഴയ PDP അല്ല. PDP നേരത്തെ അവർ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് തള്ളി ഞങ്ങൾക്ക് നേരത്തെ തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ നിലപാട് ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, പൊതുസമൂഹത്തിന് മുമ്പിൽ ആ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം PDP ഒരു ജനാധിപത്യപരമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിതാ ഈ തീവ്രവാദ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് നല്ല വഴിയിലേക്ക് നടന്നു വരുന്ന ആളുകളെ നിങ്ങൾ തീവ്രവാദികൾ തന്നെയാണ് എന്ന് ചാപ്പ കുത്തിയിട്ട് അപ്പുറത്ത് നിർത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് PDP-യെ കാണുന്ന പോലെയല്ല ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കാണുന്നത്.